സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത്രയും പെർഫെക്റ്റ് സ്കിൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന്. ഗ്ലോയുള്ള സ്കിൻ, ഹെൽത്തി ഹെയർ, പെർഫെക്റ്റ് ഗ്രൂമിംഗ്, നാച്ചുറൽ ലുക്കിംഗ് മേക്കപ്പ്, ഇതെല്ലാം സെലിബ്രിറ്റീസ് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ല. നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ചെറിയ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ സെലിബ്രിറ്റീസിൻ്റെ ഇൻസ്പയർഡ് ബ്യൂട്ടി റൊട്ടീനും നമുക്കും ഫോളോ ചെയ്യാം. ഇന്ന് അത്തരത്തിലുള്ള 7 സിമ്പിൾ ബ്യൂട്ടി ടിപ്സാണ് നമ്മൾ നോക്കുന്നത്. അവസാനം പറയുന്ന ടിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആദ്യത്തെ ടിപ്പ് കൺസിസ്റ്റൻ്റ് സ്കിൻ കെയർ റൊട്ടീനാണ്. നല്ല സ്കിൻ കിട്ടാൻ എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് മാത്രം വേണമെന്നില്ല. രാവിലെ ഫേസ് ക്ലീൻ ചെയ്യുക, പിന്നെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക, അതിനുശേഷം സൺസ്ക്രീൻ ഉപയോഗിക്കുക. രാത്രിയിൽ മേക്കപ്പ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പർലി റിമൂവ് ചെയ്ത ശേഷം ഫേസ് ക്ലീൻ ചെയ്ത് മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. ഇവയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് സൺസ്ക്രീൻ. കാരണം ദിവസവും സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ സ്കിന്നിന് ഡാമേജ് ഉണ്ടാകും. അതുകൊണ്ട് സെലിബ്രിറ്റി പോലെ ഗ്ലോ വേണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ബേസിക് സ്കിൻ കെയർ കൺസിസ്റ്റൻ്റ് ആക്കുക എന്നതാണ്. രണ്ടാമത്തെ ടിപ്പ് ഹൈഡ്രേഷൻ ആണ്. നമ്മൾ പലപ്പോഴും ബ്യൂട്ടി പ്രൊഡക്റ്റിൽ മാത്രം ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ ശരീരത്തിന് ആവശ്യമായ ഫ്ലൂയിഡ്സ് ലഭിക്കുന്നതും ഓവറോൾ സ്കിന്നിന് പ്രധാനമാണ്. ദിവസം ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വെള്ളത്തിന് പുറമെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് പോലുള്ള വാട്ടർ റിച്ച് ഫുഡ് ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഒരു എക്സ്പെൻസീവ് ബ്യൂട്ടി പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ബേസിക് ലൈഫ് സ്റ്റൈൽ ശരിയാണോ എന്ന് നോക്കുക. ഗുഡ് സ്ലീപ്പ്, ബാലൻസ്ഡ് ഫുഡ്, ഹൈഡ്രേഷൻ, ഇവ ബ്യൂട്ടി റൂട്ടീൻ്റെ ഫൗണ്ടേഷൻ ആണ്. മൂന്നാമത്തെ ടിപ്പ് ഹെയർ കെയർ ആണ്. സെലിബ്രിറ്റി ലുക്കിൻ്റെ വലിയൊരു ഭാഗമാണ് ഹെൽത്തി ലുക്കിംഗ് ഹെയർ. ഹെയർ ടൈപ്പ് അനുസരിച്ച് ഷാമ്പു തിരഞ്ഞെടുക്കുക. ഹെയർ വാഷ് വളരെയധികം ചെയ്യുന്നതും വളരെ കുറച്ച് ചെയ്യുന്നതും ഒഴിവാക്കുക. ഹെയർ ഡ്രൈ ആണെങ്കിൽ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് സഹായകരമായേക്കാം. ഹീറ്റ് സ്റ്റൈലിംഗ് ടൂൾസായ സ്ട്രൈറ്റ്നർ, കേളർ, ബ്ലോ ഡ്രയർ എന്നിവ സ്ഥിരമായി ഉപയോഗിക്കുന്നവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ പ്രൊഡക്ട്സ് പരിഗണിക്കണം. ഹെയറിൽ എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ഹെയർ ടൈപ്പ് മനസ്സിലാക്കി സിമ്പിൾ റൊട്ടീൻ ഫോളോ ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ടത്. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ലെസ് ഈസ് മോർ. സെലിബ്രിറ്റി മേക്കപ്പ് ലുക്ക് ശ്രദ്ധിച്ചാൽ പലപ്പോഴും മേക്കപ്പ് വളരെ ഹെവിയായി തോന്നാതെ സ്കിൻ നാച്ചുറലായി കാണുന്ന രീതിയിലുള്ള ലുക്സ് കാണാം. അതുകൊണ്ട് ഡെയിലി മേക്കപ്പ് ചെയ്യുമ്പോൾ ലൈറ്റ് ബേസ്, നാച്ചുറൽ ലുക്കിംഗ് ബ്ലഷ്, ഡിഫൈൻഡ് ഐസ്, ലിപ് ടിൻറ്റ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക്, ഇങ്ങനെ സിമ്പിളായി ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ടൂൺ മാച്ച് ചെയ്യുന്ന ഷെയ്ഡ്സ് തിരഞ്ഞെടുക്കുക. മേക്കപ്പ് കൊണ്ട് മറ്റൊരാളുടെ ഫേസ് കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ഓൺ ഫീച്ചേഴ്സിൽ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ അട്രാക്റ്റീവ്. അഞ്ചാമത്തെ ടിപ്പ് ബ്യൂട്ടി സ്ലീപ്പ് എന്നത് വെറും ഒരു ഫ്രേസ് അല്ല. നല്ല ഉറക്കം ഓവറോൾ ഹെൽത്തിനും അപ്പീരിയൻസിനും ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റ് നൈറ്റ് സ്ക്രോളിംഗ് കുറയ്ക്കുക. റെഗുലർ സ്ലീപ്പ് ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. സ്ട്രെസ് കുറയ്ക്കാൻ എക്സസൈസ്, വാക്കിംഗ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. സെലിബ്രിറ്റികളുടെ ബ്യൂട്ടി പ്രൊഡക്ട്സ് മാത്രം നോക്കിയിട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ മറക്കരുത്. കാരണം ഗുഡ് സ്കിൻ പ്ലസ് ഹെൽത്തി ഹെയർ പ്ലസ് ഫ്രഷ് അപ്പീരിയൻസ് എല്ലാം ലൈഫ് സ്റ്റൈലുമായും ബന്ധപ്പെട്ടതാണ്. ആറാമത്തെ ടിപ്പ് ഫുഡ് ആൻഡ് ഫിറ്റ്നസ് ആണ്. ബ്യൂട്ടി പുറത്തുനിന്ന് മാത്രം വരുന്നതല്ല. നമ്മുടെ ഭക്ഷണവും ഡെയിലി ആക്ടിവിറ്റിയും ഓവറോൾ അപ്പീരിയൻസിനെ സ്വാധീനിക്കും. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻ റിച്ച് ഫുഡ്സ്, നട്ട്സ് ആൻഡ് സീഡ്സ്, ഇവ ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഭാഗമാക്കാം. അതുപോലുള്ള റെഗുലർ വാക്കിംഗ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതും നല്ലതാണ്. പക്ഷേ സെലിബ്രിറ്റി ഡയറ്റ് എന്ന് പറഞ്ഞ് ഇൻ്റർനെറ്റിൽ നൽകുന്ന എക്സ്ട്രീം ഡയറ്റ്സ് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യരുത്. നിങ്ങളുടെ ബോഡിക്ക് അനുയോജ്യമായ ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും നല്ലത്. അവസാനത്തെ ബ്യൂട്ടി ടിപ്പ് ഗ്രൂമിംഗ് പ്ലസ് കോൺഫിഡൻസ് ആണ്. ഒരു വ്യക്തിയെ അട്രാക്റ്റീവ് ആക്കുന്നത് സ്കിൻ മാത്രമല്ല, ക്ലീൻ ഹെയർ സ്റ്റൈൽ, നീറ്റ് ഐബ്രോസ്, വെൽ മെയിൻറ്റൈൻഡ് നെയിൽസ്, ക്ലീൻ ക്ലോത്ത്സ്, ഗുഡ് പേഴ്സണൽ ഹൈജീൻ, ഇവയെല്ലാം വലിയ ഡിഫറൻസ് ഉണ്ടാക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് കോൺഫിഡൻസ് ആണ്. നിങ്ങൾ എത്ര മേക്കപ്പ് ചെയ്താലും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ലുക്ക് കംപ്ലീറ്റ് ആകില്ല. അതുകൊണ്ട് സെലിബ്രിറ്റി ലുക്ക് കോപ്പി ചെയ്യുന്നതിന് പകരം സെലിബ്രിറ്റി ഇൻസ്പയർഡ് ഗ്രൂമിംഗ് എടുത്ത് നിങ്ങളുടെ ഓൺ സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് കൺസിസ്റ്റൻ്റ് സ്കിൻ കെയർ, പ്രോപ്പർ ഹൈഡ്രേഷൻ, ഹെയർ കെയർ, നാച്ചുറൽ മേക്കപ്പ്, ഗുഡ് സ്ലീപ്പ്, ബാലൻസ്ഡ് ഫുഡ് ആൻഡ് ഫിറ്റ്നസ്, ഗ്രൂമിംഗ് ആൻഡ് കോൺഫിഡൻസ്. ഇവയാണ് സെലിബ്രിറ്റി ഇൻസ്പയർഡ് ബ്യൂട്ടി റൊട്ടീനിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
പക്ഷേ ഒന്നോർക്കണം, ബ്യൂട്ടി എന്നത് പെർഫെക്റ്റ് സ്കിന്നല്ല. നിങ്ങളുടെ നാച്ചുറൽ ഫീച്ചേഴ്സിനെ കെയർ ചെയ്യുകയും കോൺഫിഡൻസോടെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ബ്യൂട്ടി. ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് സെലിബ്രിറ്റിയുടെ ബ്യൂട്ടി സ്റ്റൈൽ ആരുടേതാണ്? വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം സെലിബ്രിറ്റി ബ്യൂട്ടി ടിപ്സ്, സ്കിൻ കെയർ, ഹെയർ കെയർ, ബ്യൂട്ടി കണ്ടന്റ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. See you in the next video.